നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ല എന്ന് CPM. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഫലത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ജില്ലാ ഘടകങ്ങൾ യോഗം ചേർന്ന് തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് ധാരണ. ഇടതുമുന്നണിയുടെ അടിത്തറ ഭദ്രമാണെന്നും കണക്കുകൾ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന സാഹചര്യമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരിച്ചടി ഉണ്ടായെങ്കിലും ജനവിധി സർക്കാരിനെതിരില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയ വോട്ടിംഗ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ പകുതി നേടാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് CPIMന്റെ വാദം. ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയും മുന്നണിക്കെതിരായ ജനവിധിയെ സ്വാധീനിച്ചതായി CPIM കാണുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ BJP ഇതിലും വലിയ നേട്ടമുണ്ടാക്കുമായിരുന്നു എന്നാണ് CPIMന്റെ തിയറി. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താണുള്ളത്? വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂര്. ന്യൂനപക്ഷ വോട്ടുകൾ എതിരായെന്ന് വിലയിരുത്താനും CPIM തയ്യാറല്ല. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റികൾ ചേരും. ജില്ലാ യോഗങ്ങൾക്ക് ശേഷം ഈ മാസം 27-നും 28-നും ചേരുന്ന സംസ്ഥാന സമിതി ഫലം വിശദമായി വിലയിരുത്തി അന്തിമ നിഗമനങ്ങളിലെത്തും. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചതിനെ ചൊല്ലി UDFൽ ഭിന്നാഭിപ്രായം. ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും മുന്നണി പ്രവേശനത്തെ തുറന്നെതിർക്കുകയാണ് ജോസഫ് വിഭാഗം. അതേസമയം മുന്നണി വിപുലീകരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ടും ജോസ് കെ മാണിയെയും പാർട്ടിയെയും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ഇക്കാലം അത്രയും UDFൽ ഉന്നയിച്ച വിമർശനം ജോസഫ് വിഭാഗം നേതാക്കൾ പരസ്യമാക്കി. KPCC പ്രസിഡന്റ് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നില്ല. ഈ വലിയ മുന്നേറ്റമുള്ളപ്പം ആ മുന്നേറ്റം തുടരാൻ അവർ വേണമെന്നില്ല. ഇപ്പൊ ജോസ് കെ മാണിയുടെ പാർട്ടി ഇതുപോലെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പം അവരുടെ പുറകെ നടക്കേണ്ട ഗതികേട് ഇപ്പൊ UDFനുണ്ടോ? അതേസമയം ഘടകകക്ഷികളെ കൊണ്ടുവരുന്ന കാര്യം UDF ചർച്ച ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. വിപുലീകരിക്കപ്പെടും പലതരത്തിൽ. അത് ചിലപ്പോൾ LDFലെ ഘടകകക്ഷികളുണ്ടാവും, NDAയിലെ ഘടകകക്ഷികളുണ്ടാവും. ഇതിലൊന്നും പെടാത്ത വേറൊരു പൊതുസമൂഹത്തിൽപ്പെട്ട പലരും ഉണ്ടാവും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതേ അഭിപ്രായമാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കും. ഇപ്പൊ തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം. UDFലേക്ക് മടങ്ങിപ്പോകില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് M. പരസ്യ പ്രതികരണങ്ങൾ വിഷയത്തിൽ നടത്തേണ്ടതില്ലെന്നും കേരള കോൺഗ്രസ് M നേതാക്കൾ പറയുന്നു. 24 കോട്ടയം. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തദ്ദേശ സ്ഥാപനത്തിലെ പുതിയ ഭരണസമിതിയെ തീരുമാനിക്കാൻ മുന്നണികളിൽ തിരക്കിട്ട ചർച്ചകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷിനും R ശ്രീലേഖയ്ക്കും മുൻഗണന. അടുത്ത ഞായറാഴ്ചയാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ്, R ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് BJP നേതൃത്വത്തിന്റെ പരിഗണനയിൽ. ജയിച്ചെത്തി 2 സ്വതന്ത്രരെ ഒപ്പം നിർത്താൻ BJP നീക്കം നടത്തുന്നുണ്ട്. സ്വതന്ത്രന്മാർക്ക് പിന്തുണ നൽകി ഭരണം പിടിക്കാനുള്ള നീക്കം തൽക്കാലം വേണ്ടെന്നാണ് CPIM തീരുമാനം. നേമത്തു നിന്ന് വിജയിച്ച MR ഗോപന്റെ പേരും മേയർ സ്ഥാനത്ത് പരിഗണനാ പട്ടികയിൽ ഉണ്ട്. കൊച്ചി കോർപ്പറേഷൻ മേയറായി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് പാർട്ടി തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിലെ ഡെപ്യൂട്ടി മേയറായ P ഇന്ദിര 24നോട് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടിയുടെ തീരുമാനത്തിന് വിട്ടു നൽകിയിട്ടുള്ളത്. പാർട്ടി എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർ വരെ ആയിട്ടുള്ളത് പാർട്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ലാലി ജെയിംസ്, സുബി ബാബു, നിജി ജസ്റ്റിൻ എന്നിവരുടെ പേരുകളാണ് തൃശൂർ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. തർക്കമുള്ളതിനാൽ ടേം വ്യവസ്ഥ കൊണ്ടുവരാനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഡോക്ടർ S ജയശ്രീയെയാണ് മേയർ സ്ഥാനത്തേക്ക് CPIM പരിഗണിക്കുന്നത്. അതേസമയം മുൻ MLA ഡോക്ടർ R ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. CPIM-ഉം CPI-യും 2.5 വർഷം വീതം പ്രസിഡന്റ് പദം പങ്കിടും. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൊലവിളി പ്രസംഗവും ഭീഷണിയുമായി പ്രാദേശിക നേതാക്കൾ. വിജയത്തിനിടെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മുസ്ലിം ലീഗ് CPIM പ്രാദേശിക നേതാക്കൾ എതിരാളികളെ അധിക്ഷേപിച്ചതും ഭീഷണിപ്പെടുത്തിയും പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു.
തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എങ്ങനെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തനിക്കെതിരെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകരെ അധിക്ഷേപിച്ചാണ് മലപ്പുറം തെന്നല 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി KV മജീദിന്റെ ഈ പ്രസംഗം. CPIM മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് KV മജീദ്. വിവാദമായതോടെ മജീദ് ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. കോപവും വികാരവും വന്നപ്പോൾ വാക്കുകൾക്ക് നിയന്ത്രണം കിട്ടിയില്ലെന്ന് KV മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചു. വളവന്നൂർ പഞ്ചായത്ത് 8-ാം വാർഡ് വിജയാഘോഷത്തിനിടെ പ്രാദേശിക CPIM നേതാവ് V ഫൈസലിന്റെ കൊലവിളി പ്രസംഗം വിവാദമായി. രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. കോഴിക്കോട് ബേപ്പൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത് CPIM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷ്. ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വീട്ടിൽ അന്തി ഉറങ്ങില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട, ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം. വളാഞ്ചേരി നഗരസഭ വട്ടപ്പാറ ഡിവിഷൻ മുൻ കൗൺസിലറും പ്രാദേശിക ലീഗ് നേതാവുമായ ഷിഹാബുദ്ദീന്റെ ഭീഷണി പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രവർത്തകനെ തല്ലിയവന്റെ കൈയും കാലും വീട്ടിൽ കയറി വെട്ടുമെന്നാണ് ഭീഷണി. നമ്മുടെ പ്രവർത്തകരുടെ നേരെ കയ്യോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ആവേശത്തിൽ പറഞ്ഞുപോയെന്നാണ് നേതാക്കളുടെ വിശദീകരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരൂർ. CPIM നേതൃത്വത്തിനെതിരെ പരസ്യമായി തുറന്നടിച്ച് മുൻ MLAയും മുതിർന്ന നേതാവുമായ KC രാജഗോപാലൻ. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ മത്സരിച്ച തനിക്ക് ഭൂരിപക്ഷം കുറയാൻ കാരണം ഏരിയ സെക്രട്ടറിയുടെ കഴിവുകേടാണെന്ന് രാജഗോപാൽ 24നോട് പറഞ്ഞു. ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ പ്രതികരിച്ചു. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും നേരിടാത്ത വലിയ തിരിച്ചടിയായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ഇടതുമുന്നണിക്കേറ്റത്. ഇതിന് പിന്നാലെ ജില്ലയിലെ മുതിർന്ന നേതാവും മുൻ MLAയുമായിരുന്ന KC രാജഗോപാലൻ ഏരിയ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു. തന്റെ ഭൂരിപക്ഷം കുറയാൻ ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ പ്രവർത്തിച്ചെന്ന് KCR തുറന്നടിച്ചു. അവർ വളരെ പ്ലാനിങ്ങോടുകൂടി എനിക്കും വോട്ട് കുറച്ച് ഈ വാർഡിക്കാരിയായ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറച്ചു. ഏരിയ സെക്രട്ടറിക്ക് അത്രയൊന്നും പ്ലാൻ ചെയ്യാനുള്ള കൽപ്പം ഒന്നുമില്ല. മറ്റു ചില ബുദ്ധി എന്നൊരുമായിരിക്കും. CPM രക്ഷപ്പെടണമെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യണം. KCRന്റെ പരാമർശം തള്ളി ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ രംഗത്ത് വന്നു. തനിക്ക് പറയാനുള്ളത് പാർട്ടി ഘടകത്തിൽ പറയും. പരസ്യമായിട്ട് പറയാൻ കഴിയത്തില്ല. അത് പാർട്ടിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും, പറയും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വസ്തുവിരുദ്ധമാണെന്ന് പറഞ്ഞു. അത് കൂടുതൽ മറുപടിയില്ല. പാർട്ടിക്കുള്ളിലാണ് പുള്ളിയുടെ പരാതി പറയേണ്ടത്. പക്ഷെ പുള്ളി ഇത് വാർത്താ സമ്മേളനം നടത്തിയാണ് പറഞ്ഞത്. ഏറത്ത് ഡിവിഷൻ 16-ാം വാർഡിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി SNDPക്കെതിരെ രംഗത്ത് വന്നു. LDF 3-ാം സ്ഥാനത്തേക്ക് പോകാൻ കാരണം SNDPക്കാർ വോട്ട് ചെയ്യാത്തതാണെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ശോഭന ബാലനും മകൻ അഭിജിത്തും വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശമയച്ചു. SNDPക്കാർ ശോഭന ബാലന് വോട്ട് ചെയ്തിരുന്നായിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിച്ചേനെ. എല്ലാവരും സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിലുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതൃത്വം. 24 നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ 1-ാം പ്രതി പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ട ശ്രീലക്ഷ്മി ആര് എന്ന ചോദ്യം ഉന്നയിച്ച് കോടതി. ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കം സർക്കാർ ഊർജിതമാക്കി. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നിവേദനം നൽകി കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. നടിയെ ആക്രമിക്കുമ്പോൾ ഓടുന്ന വാഹനത്തിലിരുന്ന് പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്നാണ് കോടതിയുടെ ചോദ്യം. സംഭവം നടക്കുന്നതിന് മുൻപും സംഭവത്തിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും കോളുകളും വന്നു. ഇവരെ കേസിൽ സാക്ഷിയാക്കുകയോ ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുകയോ ചെയ്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ഈ സ്ത്രീ പിന്നീട് സംസാരിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാഡം കൊട്ടേഷൻ തന്നു. ഈ മൊഴിയുള്ള സ്ഥിതിക്ക് ഇവരെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. മാഡം ആരാണെന്നും അന്വേഷണം നടത്തിയിട്ടില്ല. കേസിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിച്ചു. നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ അനുമതിക്ക് വേണ്ടി നൽകും. 10 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനാണ് നീക്കം. കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളും ഉടൻ കോടതിയെ സമീപിക്കും. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട്
കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ നിവേദനം നൽകി. അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. 24 കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിവാദങ്ങൾക്കിടെ എറണാകുളത്തെ ക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്ന് നടൻ ദിലീപ് പിന്മാറി. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്നാണ് ദിലീപ് പിന്മാറിയത്. ഇതിനിടെ ശബരിമല സന്നിധാനത്ത് ദിലീപ് ദർശനം നടത്തി. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ജനുവരിയിൽ നടക്കുന്ന ഉത്സവത്തിന്റെ സംഭാവന കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിനായിരുന്നു നടൻ ദിലീപിന് ക്ഷണം. നാളെ വൈകിട്ട് 6:30 പരിപാടി നിശ്ചയിച്ചത്. പരിപാടിയുടെ പോസ്റ്ററടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതിഷേധം ഉയർന്നു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡും നിർദ്ദേശിച്ചു. വിവാദത്തിനില്ലെന്ന് വ്യക്തമാക്കിയ ദിലീപ് പിന്മാറാമെന്ന് അറിയിച്ചതായി ക്ഷേത്രം ഭാരവാഹി പ്രസിഡന്റ് പറഞ്ഞു. പിന്നീടാണ് ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പുള്ളി തന്നെ സ്വയം മാറിയായിരുന്നു. ദേവസ്വം ബോർഡ് വിളിച്ചു പറഞ്ഞു ഭക്തജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കണം. അതുകൊണ്ടായിരിക്കാം പുള്ളി പറഞ്ഞു ഞാനൊരു വിവാദങ്ങളിലേക്കില്ല തൽക്കാലം, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പുള്ളി പറഞ്ഞു. ദിലീപ് പിന്മാറിയതോടെ ചൊവ്വാഴ്ച നിശ്ചയിച്ച പരിപാടി ബുധനാഴ്ചത്തേക്ക് മാറ്റി. ക്ഷേത്രതന്ത്രിയാകും ഉദ്ഘാടനം ചെയ്യുക. കോടതി വിധിക്കു പിന്നാലെ ദിലീപ് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു. കോടതി കുറ്റവിമുക്തനാക്കിയതിനു പിന്നാലെ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. കൊച്ചി. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം സർക്കാരിന്റെ ഹർജി പരിഗണിക്കും. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ഒടുവിൽ ജയിൽ മോചിതനായി. 16 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ശബരിമല വിഷയം ചർച്ചയാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തന്നെ ജയിലിലടച്ചുവെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു. എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല, എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞത്. ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമുയർത്തി പാർലമെന്റ് കവാടത്തിൽ കേരളത്തിലെ UDF MPമാരുടെ പ്രതിഷേധം. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ആവശ്യം. അതേസമയം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന ബില്ല് അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല. ബില്ല് നാളെ അവതരിപ്പിച്ചേക്കും. ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡായ പാരഡി ഗാനം പാർലമെന്റ് കവാടത്തിലും മുഴങ്ങി. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് ഇരുസഭകളിലെയും UDF MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് മാത്രം ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതൊരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് കണ്ടിട്ടുള്ളത്. സമാനമായി കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നേ മതിയാവൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിൽ പ്രചാരണമാക്കാനാണ് UDF തീരുമാനം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്ത ബില്ലടക്കം 4 ബില്ലുകൾ ഉച്ചയോടെ ലോക്സഭയുടെ അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് ഇന്ന് അവതരിപ്പിച്ചില്ല. തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിച്ചും പദ്ധതിയിൽ 60:40 അനുപാതത്തിൽ സംസ്ഥാന വിഹിതം ഉൾപ്പെടുത്തിയുമുള്ള ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിയെ മറ്റൊരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നു. റാംജി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനിരിക്കുന്ന ബില്ലാണ്. NDA സഖ്യകക്ഷിയായ TDPയുടെ ആശങ്ക പരിഗണിച്ചാണ് ബില്ല് ഇന്ന് അവതരിപ്പിക്കാതിരുന്നതെന്നാണ് സൂചന. അതേസമയം ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. ലോക്സഭയിൽ BJP MPമാർക്ക് വെള്ളിയാഴ്ച വരെ വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് അവതരിപ്പിച്ച റദ്ദാക്കൽ ഭേദഗതി ബിൽ, SSA ഭേദഗതി ചെയ്തുള്ള വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ല്, ആണവോർജ്ജ സുസ്ഥിര ഉപയോഗ പുരോഗതി ബിൽ എന്നിവ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. 24 ഡൽഹി.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയിൽ വിശദമായ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം. രമേശ് ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായിയിൽ നിന്ന് വിവരശേഖരണം നടത്തും. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഇനി നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് ആർജി നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 25 ലക്ഷം പിന്നിട്ടു. വൈകിട്ട് 4 മണിവരെ 61,000-ലധികം പേർ ദർശനം നടത്തി. തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു ഇന്ന് വൈകിട്ട് ശബരിമലയിൽ ദർശനത്തിനെത്തും. മണ്ഡലപൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര ഈ മാസം 23-ന് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. 26-ന് സന്നിധാനത്തെത്തും. 27-നാണ് മണ്ഡലപൂജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.